എന്ന് പറയുന്നത് നമ്മുടെ വീടിനെ മനോഹരമാക്കാനായിട്ട് പറ്റിയൊരു ചെടിയാണ്. ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ. പക്ഷേ ഇതിന് ചുമ്മാ വളർത്തിയാൽ പോരാ, നമ്മളതിന് കൊടുക്കേണ്ടതായിട്ടുള്ള അതേ ഒരു ഷേപ്പിലും അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ അതിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ റിസൾട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഭംഗി വേറൊന്നും തന്നെയാണ്. ഇപ്പം ഞാൻ കുറേ നാളായിട്ട് ഞാൻ ഗാർലിക് ബൺ പ്ലാന്റ് നട്ടിരുന്നു കേട്ടോ. ഏകദേശം കുറേ മാസമായി. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതിന് ബേസിക്കായിട്ടുള്ള നമ്മുടെ NPK വളവും പിന്നെ മറ്റു വളങ്ങളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു. അതിന് ശേഷം അതിനിടയ്ക്ക് വെച്ചിട്ട് ഒരിക്കൽ പൂ വന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. പുറത്തുനിന്ന് എടുത്താൽ കുറച്ചുകൂടെ വെട്ടം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പുറത്തുനിന്ന് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഞാൻ ഉള്ള മഴയത്ത് ഞാൻ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പം കുറച്ചുകൂടെ പൂ വന്നിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാടല്ല, എന്നിരുന്നാലും പൂ വന്ന് ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റിയൊരു ചെടിയാണ് ഈ ഗാർലിക് വൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കണ്ടത് ഒരു ഗാർലിക് വൈനിൻ്റെ മൊട്ടുകളാണ്. ഇത് കുറേ നാളുകൾക്കാണ് ശേഷമാണ് ഇത്രയും മൊട്ടുകൾ വരുന്നത് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ മുന്നേ ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു, അയ്യോ ഇത് മൊട്ടൊന്നും വന്നില്ലല്ലോ, കുറേ നാളായിരുന്നിട്ട് ഇത് ഇത്രയും വളർന്നല്ലോ, എന്തുകൊണ്ട് പൂ വന്നില്ല, ഇനി പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ, ഇനി വളം വേറെ എന്തെങ്കിലും ഇടണോ, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം എന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് വീണ്ടും വന്നതാണ് ഈ ഒരു മൊട്ട് എന്ന് പറയുന്നത് കേട്ടോ. മുന്നേ കുറച്ച് മൊട്ടുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ ഭംഗിയാണ് ഇതിൻ്റെ മൊട്ട് കാണാനായിട്ട്. കണ്ടല്ലോ, ഈ ഒരു വൈറ്റ് കളർ വന്നിട്ട് താഴെ മേളിൽ ഒരു വയലറ്റ് കളർ പോലത്തെ വയലറ്റ് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഇതിന്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഞാൻ ഇതിൻ്റെ ടെറസിന് മേളിലോട്ടാണ് ഇത് പടർത്തി വിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗി കൂടെ ആയിരിക്കും. ഇത് ഇത്രത്തോളം നീളത്തിന് ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. ടെറസിൻ്റെ ഒരു സൈഡിലോട്ട് ഇത്രയും നീളത്തിലോട്ട് അങ്ങനെ ഏകദേശം ഫ്രണ്ട് സൈഡ് കുറച്ച് ഇങ്ങോട്ടായിട്ട് ഞാൻ നീക്കിയിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്ന് ഗൈസ്, ഇത് വിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് കേട്ടോ ഇതിന്. ഞാൻ അതിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഇങ്ങനെ മൊട്ടായിട്ട് നിൽക്കുന്നുവെന്ന് കണക്കാക്കണ്ട, വിരിഞ്ഞു കഴിഞ്ഞാൽ അപാര ഭംഗിയാണ്. ഇത് കണ്ടോ, ഞാൻ അടുത്ത ദിവസം ഷൂട്ട് ചെയ്തതാണ് ഈ ഒരു വീഡിയോ. നമ്മൾ നേരത്തെ കണ്ട ആ മൊട്ടെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. അതിൻ്റെ കളർ കണ്ടോ, ഒരു ലൈറ്റ് വയലറ്റ് അല്ല, ഒരു പർപ്പിൾ ഷെയ്ഡ് പോലത്തെ ഒരു അങ്ങനത്തെ ഒരു ഇതാണ്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത്. ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത ആ ഭാഗത്ത് ഉണ്ടായിരുന്ന മൊട്ടുകളെല്ലാം നന്നായിട്ട് വിരിഞ്ഞത് ഫ്രഷായിട്ട് തന്നെ നിൽപ്പുണ്ട്. എനിക്ക് ഇതിൻ്റെ ഞാനിത് തോന്നുന്നു ഇതിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് എടുക്കുന്നത്. കാരണം ഇത് എനിക്ക് അതിൻ്റെ അടുത്ത ദിവസം എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. വിരിഞ്ഞിട്ട് നിന്നപ്പോഴേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ വീട്ടിലില്ലായിരുന്നു. ഗായ്സ്, ഈ വീഡിയോ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഞാൻ കുറേ നാൾ നോക്കിയിരുന്നിട്ട് ഒരു മൊട്ട് പോലും വന്നില്ല. അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്. അതിൽ നോക്കിയിരുന്നിട്ട് അതിൽ ഒരു മൊട്ട് മാത്രം വന്നു കേട്ടോ. ഒരു സൈഡ് മാത്രം കുറച്ച് മൊട്ടുകൾ വന്നു. ഈ ഒരു കാണുന്ന ഒരു സൈഡ് തന്നെയാണ് വന്നത്, അതിനപ്പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഇത്രയും നാൾ നട്ടുപിടിപ്പിച്ചിട്ട് ഈ ഒരു കുഞ്ഞു മൊട്ടുകൾ മാത്രമേ വന്നുള്ളൂ എന്നുള്ള ഒരു സങ്കടമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് അന്ന് മൊട്ടുകൾ വന്നിട്ട് വിരിഞ്ഞ പൂക്കളാണ് കേട്ടോ. ആ ഒരു പൂക്കളുടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പൂക്കളുടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു ഈ ഒരു സൈഡ് മാത്രമായിട്ട്. അതിനെ മാത്രം ഞാനിങ്ങനെ ഒരു ഇതായിട്ട് എടുത്തു വെച്ചതെന്ന് മാത്രം. കണ്ടോ, അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. പക്ഷേ അത് കൂടുതൽ ഭംഗിയാണ് ഒരുപാട് പൂക്കൾ വരണം, നമ്മൾ നേരത്തെ കണ്ടതുപോലെ. അതൊരു പ്ലാന്റാണ്. കെയറിങ് ആവശ്യമുണ്ട്. എപ്പോഴെന്ന് വെച്ചാൽ ഒരു ഫ്ലവറൊക്കെ വന്നു കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് ട്രെയിൻ ചെയ്ത് വിടാവുന്നതാണ്. ട്രെയിൻ ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ വള്ളികളൊക്കെ പിടിച്ച് കെട്ടി അതിൻ്റെ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇതിനെ വളർത്തി കൊണ്ടുപോകേണ്ടത്, ഒരു ആർട്ട് ഷേപ്പിലാണോ അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും സൈഡിലൂടെ പടർത്തി കൊണ്ടുപോകാനാണോ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ അതിനെ കൊണ്ടുപോകേണ്ടത് അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ ഇരിക്കും. കുറച്ച് പൂക്കൾ വന്നതിന് ശേഷം അതിൻ്റെ കമ്പുകൾ വെട്ടുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ കേട്ടു. പക്ഷേ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനിയൊരു വീഡിയോസിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഉള്ള ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പ്ലാനിനെ കുറിച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് കേട്ടോ. ഗായ്സ്, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ 5-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസം തോന്നുന്നു കേട്ടോ. ഞാനിത് എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടാണ് പിന്നീടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ പൂക്കളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ കാണുന്ന ഫ്ലവറിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ഫ്ലവർ ഒന്ന് തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ലേ, അതാണ് ഇത്. കുറച്ചുകൂടി ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊന്ന് ഫെയ്ഡായിട്ട് ഒരു വൈറ്റിഷ് കളറാവും, ഏകദേശം ഒരു ലൈറ്റ് വൈറ്റ് കളറാവും. അങ്ങനെ ആ ഒരു ലൈറ്റ് വൈറ്റ് കളർ ആയതിനു ശേഷമാണ് ഇത് പൊഴിഞ്ഞു പോകാറ്.
ഇത് വിരിയുന്ന സമയത്ത് നല്ല ഈ കളർ കാണുന്ന ഒരു പർപ്പിൾ വയലറ്റ് ഷെയ്ഡ് പോലെ ഇങ്ങനെ ഇരിക്കും വൈറ്റിൽ. ഇത് വാടി ഏകദേശം വീഴാറാവുമ്പോഴത്തേക്ക് ഇതൊരു ലൈറ്റ് വൈറ്റ് കളറിലോട്ട് മാറും. അതിന് ശേഷമാണ് ഇത് പൊഴിഞ്ഞു വീഴുന്നത്. എന്തായാലും ഇത് ഒരു 4-5 ദിവസം, 6 ദിവസം വരെ ഏകദേശം ഈ ഒരു ഫ്ലവേഴ്സ് ഇങ്ങനെ തന്നെ നിൽക്കും. നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ വീടിൻ്റെ മേളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലൊക്കെ ഇങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ് കേട്ടോ. ഗാർലിക് വൈൻ വളർത്താൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഇതിൻ്റെ കമ്പ് നട്ട് പിടിപ്പിച്ച് നിങ്ങൾ വളർത്തി നോക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണെന്നുള്ളത്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിടാം, അതിനനുസരിച്ച് റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും.